വാൽപ്പാറ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ മായ്ച്ചു കളഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് പുത്തൻ രൂപഭാവത്തിൽ പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂൾ. ചുമരിലെ പഴയ ചിത്രങ്ങൾക്ക് പകരം പുതിയ വർണ്ണചിത്രങ്ങൾ, ക്ലാസ് റൂമുകളിൽ പുതിയ നിറം, പുതിയ ഉപകരണങ്ങൾ, മുറ്റത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലെത്തിയ കുട്ടികൾക്കെല്ലാം എല്ലാ അർത്ഥത്തിലും ഇതൊരു പുതിയ സ്കൂളായിരുന്നു. ഒരു വലിയ ദുരന്തം അതെല്ലാം മറന്നേ കഴിഞ്ഞിരിക്കുന്നു ഈ പാങ് പള്ളിപ്പറമ്പ് സ്കൂൾ. നമ്മളിപ്പോൾ എത്തുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു സ്ഥലത്തെത്തിയതിൻ്റെ അനുഭൂതിയാണ്, അതിൻ്റെ ഒരു ചിന്തയായിരിക്കും ഇവിടെ എത്തുമ്പോൾ നമുക്ക് നമ്മൾ കാണാം. കുട്ടികളൊക്കെ വലിയ സന്തോഷത്തോടെ ഒരു പാർക്കിൽ എന്നവണ്ണമാണ് സന്തോഷത്തോടെ കളിച്ച് രസിക്കുകയാണ് പ്രവേശനോത്സവത്തിൻ്റെ ദിവസം. കുട്ടികളൊക്കെ രാവിലെ തന്നെ തൊപ്പിയും അതുപോലെ തന്നെ പൂക്കളമൊക്കെ നൽകി സ്കൂളിലേക്ക് സ്വീകരിച്ചു. ആ സ്കൂള് അടിമുടി മാറിയിട്ടുണ്ട്. സ്കൂളിൻ്റെ എല്ലാ ഘടനയും ചിത്രങ്ങളും നിറങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. ഒരു പുതിയ സ്കൂളിലേക്ക് എത്തുന്ന അനുഭൂതിയാണ് ഇവിടെ എത്തുന്ന ഓരോ കുട്ടികൾക്കും ഉണ്ടായിരുന്നത്. അവരൊക്കെ തന്നെ അത് പങ്കുവെക്കുകയും ചെയ്തു. മാത്രമല്ല പുതിയ കളിക്കാനുള്ള സംവിധാനങ്ങളും അവരുടെ ഗ്രൗണ്ട് ഇല്ല എന്നതിൻ്റെ ഒരു കുറവ് ഈ കളി സാധനങ്ങളൊക്കെ കൊണ്ട് അവർ നികത്തുകയാണ്. വലിയ സന്തോഷത്തിലാണ് പാങ് പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ പ്രവേശനോത്സവം നടക്കുന്നത്. കുട്ടികൾക്കെല്ലാം പറയാനുള്ളത് അവർക്ക് ഒരു പുതിയ സ്കൂളിലെത്തിയ അനുഭൂതിയാണ്, അല്ലെങ്കിൽ പുതിയ സ്കൂളിലെത്തിയ പോലെയാണ് ഇവിടെ എത്തുമ്പോൾ തോന്നുന്നത് എന്നാണ്. പുതിയ സ്കൂൾ പോലെ തോന്നിയോ? പുതിയ ചിത്രങ്ങൾ അല്ലേ, ക്ലാസ് റൂമുകളിൽ പുതിയ. എത്രയിലെ പഠിക്കണേ? 4-ല്. എന്താണ് സ്കൂളിലേക്ക് വന്നപ്പോൾ തോന്നിയത് ആദ്യം? ഇഷ്ടമായോ ഇപ്പോഴത്തെ മാറ്റങ്ങളൊക്കെ? ചിത്രങ്ങളൊക്കെ കണ്ടോ? പഠിക്കണേ? എന്താ സ്കൂളിൽ വന്ന ഏറ്റവും ഇഷ്ടം തോന്നിയത്? സന്തോഷം. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ചിത്രങ്ങളും? നന്നായിട്ടുണ്ടല്ലേ? ഒന്നല്ലേ? ആഹാ, എങ്ങനെയുണ്ട് സ്കൂളില്? നല്ല രസമുണ്ട് അല്ലേ? പുതിയ ചിത്രങ്ങള്, ബലൂണ്, തൊപ്പി, ഹാപ്പിയാണ്. സ്കൂളിന് ഒട്ടേറെ മാറ്റങ്ങൾ ഇനിയും വരുത്തേണ്ടതുണ്ടെന്ന് പ്രധാന അധ്യാപക ചുമതലയുള്ള ശ്രീ അഹമ്മദ് മാസ്റ്റർ പറയുന്നു. കളിസ്ഥലത്തിൻ്റെ കുറവുണ്ട്, മറ്റ് കുറെ കൂടി പുതിയ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെ ഏറെ വൈകാതെ തന്നെ യാഥാർത്ഥ്യമാക്കുമെന്ന് അതിന് വേണ്ട പിന്തുണയൊക്കെ ലഭിക്കുന്നുണ്ടെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. സ്കൂളിൻ്റെ എല്ലാതും മാറ്റിയിരുന്നു. ഒരു ചുമരിൽ പോലും പഴയ ഒരു ചിത്രം ഇല്ലാത്ത രീതിയിൽ, കുട്ടികൾക്ക് പഴയ ഓർമ്മകളൊന്നും തിരിച്ചു വരാത്ത രീതിയിൽ ഒരു മാറ്റമാണ് നമ്മളവിടെ വരുത്തിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് നാട്ടുകാർ ഒന്നടങ്കം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ പ്രദേശത്തുള്ളവർ ഇത് അവരുടെ സ്വന്തം ഇടമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും കൈകോർത്ത് നിന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ വിദ്യാലയത്തിന് ഇന്നത്തെ വിജയം. അപ്പോൾ ഈ പ്രദേശത്തുകാരുള്ള എല്ലാ കുട്ടികളും ഇവിടെ തന്നെ അടുത്ത വർഷങ്ങളിൽ ചേർന്ന് ഏറ്റവും മികച്ച ഒരു സ്ഥാപനമാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പ്രവേശനോത്സവത്തിൻ്റെ ഒരു ഘട്ടത്തിലും ആരും ഈ മഹാദുരന്തത്തിൻ്റെ ഓർമ്മകളിലേക്കല്ല പോയത്. അതിനപ്പുറം എല്ലാവരും പുതിയ ഒരു സ്കൂളിലേക്ക് എത്തുന്നതിൻ്റെ, പുതിയ ഒരു കാലത്തിലേക്ക് കടക്കുന്നതിൻ്റെ സന്തോഷമാണ് പങ്കുവച്ചത്. ഇങ്ങനെ തന്നെ വേണം മാറ്റത്തിൻ്റെക്കുള്ള യാത്ര. കാരണം നല്ല ദിവസങ്ങൾ ഇനിയാണ് വരാനിരിക്കുന്നത്. കഴിഞ്ഞുപോയതെല്ലാം കഴിഞ്ഞുപോയി എന്ന വലിയ ഒരു സന്ദേശം. അതിനൊപ്പം തന്നെ ഈ ഒരു പാങ് പള്ളിപ്പറമ്പ് സ്കൂള് സംസ്ഥാനത്തിന് തന്നെ അടയാളമാകുന്ന ദിവസം ഏറെ വൈകാതെ, മുമ്പ് ഒരിക്കൽ അടയാളപ്പെടുത്തിയ ദുരന്തത്തിൻ്റെ പേരിലാണെങ്കിൽ ഇനി അടയാളപ്പെടുത്താൻ പോകുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല സ്കൂളുകൾ ഒന്നായിട്ടായിരിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ സ്കൂളിനെ ചേർത്ത് പിടിച്ചുന്നവരുടെ ഒരു സംഗമവും, സ്കൂളിന് കുട്ടികൾക്ക് വേണ്ട ബാഗും മറ്റ് പഠനോപകരണം നൽകുന്നവരുടെ കൂട്ടായ്മ, അതേപോലെ സ്കൂളിൻ്റെ പ്രവർത്തിക്ക് സഹകരിച്ച പഞ്ചായത്ത് അംഗങ്ങളുടെ കൂട്ടായ്മ, അങ്ങനെ എല്ലാവരും തന്നെ ഈ ഒരു പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കുകയും മങ്കട MLA മഞ്ഞലാങ്കുഴേലി ഈ സ്കൂളിൻ്റെ വികസനത്തിനായിട്ടുള്ള ദീർഘകാല പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ പാങ് പള്ളിപ്പറമ്പ് സ്കൂളിലെ പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഏറ്റവും മികച്ച സന്തോഷം നിറഞ്ഞ ഒട്ടേറെ നിമിഷങ്ങൾ നൽകുന്ന ഒന്നായി മാറുകയായിരുന്നു. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.